ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഹൗസ് ഓഫ് ടേസ്റ്റിലെ ഇന്നത്തെ സ്പെഷ്യൽ പൈനാപ്പിൾ ജാമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് പൈനാപ്പിൾ ജാം ഉണ്ടാക്കാം, വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാനുള്ളത്. ലെറ്റ്സ് ഗോ ഫോർ ദ വീഡിയോ. ഞാൻ 3 പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. 3 പൈനാപ്പിൾ തൊലിയൊക്കെ ചെത്തി കഴുകി വെള്ളമൊന്നും ഇല്ലാതെ വാര വെച്ച് പൈനാപ്പിളാണിത്. ഇനി ചെറുതാക്കി നുറുക്കിയതിന് ശേഷം 3 പൈനാപ്പിളും ചെറുതാക്കി നുറുക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇടുക. എന്നിട്ട് നമ്മുടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഞാനിവിടെ 3 പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. നല്ല യെല്ലോയിഷ് കളറിൽ അരഞ്ഞു വരും. അത് ഞാനൊരു അളവ് പാത്രം വെച്ചിട്ടുണ്ട്, കപ്പ്. ആ അളവ് കപ്പ് എടുത്തേക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കപ്പ് ജ്യൂസാണോ നമ്മൾ എടുക്കുന്നത് അത്രയും കപ്പ് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യണം. അപ്പം ഞാൻ മിക്സിയിൽ നിന്ന് പാത്രത്തിലേക്ക് പകർത്താണ്. ഇപ്പോൾ 3/4 കപ്പ് ആയിട്ടുള്ളൂ. ഇനി അത് ഫുള്ള് കപ്പായതിന് ശേഷം മാത്രമാണ് ഞാൻ അത് പാത്രത്തിലേക്ക് കടായിലേക്ക് ഒഴിക്കുന്നുള്ളൂ. ഇപ്പോൾ 1 കപ്പ് ഒഴിച്ചു. ഇനി നെക്സ്റ്റ് 2 കപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച്, അതായത് 2 കഷ്ണം കറുകപ്പട്ട ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ നാരങ്ങനീര് ചേർക്കുന്നുണ്ട്. നാരങ്ങനീര് നിങ്ങൾ തിളച്ചതിന് ശേഷം ആഡ് ചെയ്താൽ മതി, ഒന്ന് വറ്റി വരുമ്പോൾ ആഡ് ചെയ്താൽ മതി. അതിങ്ങനെ കൂടുതൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 3 കപ്പ് പൈനാപ്പിളിൻ്റെ ജ്യൂസിലേക്ക് 3 കപ്പ് പഞ്ചസാര തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരം കൂടാനോ കുറയാനോ പാടില്ല. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. 20 മിനിറ്റ്സോളം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി നന്നായിട്ട് വറ്റി വരുമ്പോൾ ആ ഗ്രേവി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പൈനാപ്പിളിൻ്റെ ജാമിൻ്റെ കളർ അതിൻ്റെ അടിയിൽ കാണാൻ പറ്റും. പക്ഷെ ഒരുപാട് കട്ടയായിട്ട് കട്ടയായിട്ട് എടുക്കരുത്. അതിനാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യുന്നത്. ഈ മുകളിൽ കാണുന്ന യെല്ലോ കളറ് നമ്മൾ നന്നായിട്ട് 20 മിനിറ്റ് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യും. അപ്പം അതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാമല്ലോ, നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ ഇന്ന പോലെ ചെയ്യണം എന്നുള്ളത്. അതിന് ശേഷം അത് മാറ്റി വയ്ക്കുക, തീ ഓഫ് ചെയ്യുക. വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ജാമിൻ്റെ രൂപത്തിലേക്ക് ആവുള്ളൂ. അപ്പോൾ 20 മിനിറ്റ് ഒരുവിധം ചൂടാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ജാമ് സെറ്റായിട്ടുണ്ടായിരിക്കും. പാത്രത്തിലേക്ക് പകർത്തുക, ബ്രെഡിൻ്റെ കൂടെ യൂസ് ചെയ്യുക. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹൗസ് ഓഫ് ടേസ്റ്റ്. താങ്ക് യു വെരി മച്ച്.